വിജയപുരം പാക്കത്തുകുഴി നിവാസികളുടെ കുടിവെള്ളം മലിനപ്പെടുന്നത് സംബന്ധിച്ച പരാതി അന്വേഷിക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വർക്കി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി.ടി. സോമൻകുട്ടി, ആരോഗ്യസമിതി അധ്യക്ഷ സിസി ബോബി തുടങ്ങിയവർ സ്ഥലത്തെത്തിയത്. കുടിവെള്ള സ്രോതസ്സിന് സമീപം സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ തങ്ങളുടെ കുടിവെള്ള സ്രോതസ് മലിനപ്പെട്ടെന്നായിരുന്നു നാട്ടുകാരുടെ പരാതി. ഇന്നലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ 11:30 പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പാക്കത്തുകുഴിയിൽ എത്തിയത്. നാട്ടുകാരുമായി സംസാരിക്കുന്നതിനിടെ കരാറുകാരൻ സ്ഥലത്തേക്ക് വരികയും പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതി. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തങ്ങളെ കയ്യേറ്റം ചെയ്തതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി.ടി. സോമൻകുട്ടി പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. കോൺട്രാക്ടർ മകനാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നപോലെ കുടിവെള്ള സ്രോതസ് ഒന്ന് കാണാൻ പോവുകയാണ്, അവിടെ മലിനമായിട്ടുണ്ടോ നോക്കുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് നടന്നു പോയ പുറകെ ഞങ്ങളുടെ പുറകെ ഇദ്ദേഹം നടന്നു വരുവാണ്. ഇദ്ദേഹത്തിന് പണിക്കാരുമില്ല. നടന്നു വരുന്ന പുറകെ ഇദ്ദേഹം വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് ഇടപെടുകയാണ് ചെയ്തത്. അയാൾ ചീത്തയാണ് പറയുന്നത്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അയാളുടെ ശരീരഭാഷ തന്നെ വളരെ മോശമായിട്ട് ഞങ്ങൾ ഇടപെടും. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ജനപ്രതിനിധികളാണ്, അപ്പം ഞങ്ങളോട് എന്തിനാണ് ഞങ്ങൾ ഇടപെടുന്നത്? നിങ്ങളുടെ കെട്ടിടമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആരും അന്വേഷിക്കാൻ വരുന്നില്ലല്ലോ. ഞങ്ങൾ നാളെ കുടിവെള്ള പ്രശ്നമല്ലേ അന്വേഷിക്കാൻ വന്നത്. അപ്പോൾ ഇത് കണ്ടിരുന്ന നാട്ടുകാരുമായിട്ട് ഇദ്ദേഹം കോർത്തി, നാട്ടുകാരും ഇദ്ദേഹത്തിൻ്റെ പണിക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകുകയും ചെയ്യുന്നതിനിടയ്ക്ക് ഇടയ്ക്കാണ് ഇദ്ദേഹം ഞങ്ങളെ ചീത്ത ഞങ്ങൾ അത് ചീത്ത വിളിക്കുന്നത് നാട്ടുകാർ തിരിച്ച് മറിച്ചു പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറി വിളിച്ചുകൊണ്ട് അദ്ദേഹം അതിച്ചു. അയാളുടെ ഒരു ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. ആ ഷൂ ഇട്ടിരിക്കട്ടെ അദ്ദേഹം ചവിട്ടി. അതുപോലെ ഞങ്ങളുടെ ആരോഗ്യശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ അവിടെ വീടും ഈ ഉദ്ദിനിടയ്ക്ക് അയാൾ പിടിച്ച് തള്ളുവൊക്കെ ചെയ്തു. അതേസമയം സംഘർഷത്തെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ 7 പേരെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ പോലീസ് ശക്തമായി നടപടി സ്വീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.